2010 അപൂർവരാഗം തീർത്തും വ്യത്യസ്തമായി പുതുമുഖങ്ങളുടെ ഒരു ഉദ്ഘാടന പ്രവാഹം തന്നെ നടത്തുകയായിരുന്നു. ആ വഴിക്ക് അങ്ങ് ഇനിയങ്ങോട്ടുള്ള യാത്രയെപ്പറ്റി എന്തെങ്കിലും സങ്കല്പനങ്ങൾ പങ്കുവെക്കാൻ? ചലച്ചിത്രകാരൻ എന്ന നിലയിൽ സിനിമയെ സമീപിക്കുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ മലയാള സിനിമയുടെ കഴിഞ്ഞ ഒരു 20 വർഷത്തെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മലയാള സിനിമയുടെ ഗതിവിഗതികളെ നിയന്ത്രിച്ചു പോയത്, അല്ലെങ്കിൽ ഒരു സിനിമയുടെ നിർമ്മാണ ഘട്ടം മുതൽ അതിനെ സ്വാധീനിച്ചിരുന്ന ഒരുപക്ഷെ അഭിനേതാക്കളുടെ സ്വാധീനം, പ്രത്യേകിച്ചും സൂപ്പർ താരങ്ങളുടെയൊക്കെ സ്വാധീനത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ചുറ്റുവട്ടത്ത് നിന്ന് നിർമ്മിക്കപ്പെടുന്ന അവരുടെ വ്യാവസായിക വിജയങ്ങളെ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ അവരുടെ പ്രേക്ഷക താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ വലിയ താരങ്ങളോടുള്ള പ്രേക്ഷകരുടെ അഭിരുചികളെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമ നിർമ്മാണ പ്രക്രിയയാണ് നമ്മുടെ മുഖ്യധാരാ സിനിമ പിന്നീട് കൈക്കൊണ്ടത്. 80കളുടെ ഒടുവിൽ അല്ലെങ്കിൽ 90കളുടെ ആദ്യം വരെയും ഒരുപക്ഷെ പത്മരാജനെ പോലെയും ഭരതനെ പോലെയും കെ ജി ജോർജിനെ പോലെയും മോഹനെ പോലെയും ഒക്കെയുള്ള മധ്യവർത്തി സിനിമകളുടെ പ്രയോക്താക്കളായി നിന്നിരുന്ന സംവിധായകരുടെ സ്വാധീനത്തിൽ നിന്നും പിന്നീട് അവരുടെ പിന്തുടർച്ചക്കാരായി വന്ന ശ്രീ സത്യൻ അന്തിക്കാട്, ശ്രീ പ്രിയദർശൻ, ശ്രീ കമൽ, ഞാൻ തുടങ്ങിയ പുതിയ ഒരു തലമുറ ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് സഞ്ചരിക്കുകയും, എന്നാൽ പിന്നീട് താരങ്ങളുടെ ആധിപത്യം അല്ലെങ്കിൽ അഭിനേതാക്കളുടെ സ്വാധീനം സിനിമാ നിർമ്മാണത്തിൻ്റെ തീരുമാനങ്ങളെ ഗണ്യമായി സ്വാധീനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സിനിമയുടെ കണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ ചില കുറവുകൾ സംഭവിക്കുകയും, അങ്ങനെ പൊതുവെ സിനിമയുടെ കാമ്പുള്ള സിനിമകളുടെ ഒരു വരവ് നിലയ്ക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് 2000-ൻ്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ 2010-ലാണ് അപൂർവരാഗം എന്ന സിനിമയുമായിട്ട് ഞാൻ വരുന്നത്. ഒരുപക്ഷെ മലയാള സിനിമയിൽ മാറ്റത്തിൻ്റേതായിട്ടുള്ള ഒരു സാഹചര്യം തുറന്നിടുവാനായിട്ട് അത്തരത്തിലുള്ള ചില ചിത്രങ്ങൾക്ക് ആ ഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മുന്നോടി എന്ന നിലയിൽ അപൂർവരാഗവും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ താരങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും വിട്ടുമാറുന്ന ഒരു പുതിയ ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ രൂപീകരണത്തിലേക്ക് പ്രേരകമായി തീരുവാനായിട്ട് അപൂർവരാഗം പോലെയുള്ള ചിത്രങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയ്ക്ക് ആ മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ തുടക്കക്കാരിലൊരാളായി തീരുവാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരുതുന്ന. ഇപ്പോൾ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ പരിപൂർണമായിട്ടും സ്വീകാര്യതയുടെ തലത്തിലേക്ക് അത്തരം ചിത്രങ്ങളെ സ്വീകരിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ പലരിൽ ഒരാളായി തീർന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങ് അപൂർവരാഗത്തിൽ അവതരിപ്പിച്ച ആ ഒരു പ്രണയതലം, പ്രണയം എന്ന വികാരത്തിന് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപര്യം എന്ന് തന്നെ പറയാം. അത് അത്രമാത്രം സ്വീകാര്യമല്ലാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് വിപര്യം എന്ന പദം പ്രയോഗിക്കുന്നത്. അത് അങ്ങേ എത്രമേൽ ആകർഷിക്കുന്നു ഇപ്പോൾ ആ മാറ്റം? അതിൽ മനഃശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെയും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റേത് പോലുമായ സ്വാധീനങ്ങളുണ്ടോ? എന്താണ് അപൂർവരാഗത്തിൻ്റെ ശില്പിക്ക് പറയാനുള്ളത്? നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒരുപക്ഷെ ഈ ഒരു നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ സംഭവിച്ച ശൈഥില്യങ്ങളുടെ ഒരു പ്രതിഫലനം തന്നെയാണ് ആ ചിത്രം. കാരണം ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങൾ, ഒരുപക്ഷെ നമ്മൾ 80കളുടെ എൻ്റെയൊക്കെ യൗവനകാലത്തിൽ നമ്മൾ ഒരുപക്ഷെ കേരളീയ സമൂഹം കുറച്ചുകൂടെ വളരെ സുദൃഢമായ കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ്, പ്രത്യേകിച്ചും കൂട്ടുകുടുംബ വ്യവസ്ഥയും അതും കടന്ന് ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന അണുകുടുംബ വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിലൊക്കെ സംഭവിച്ചു പോയ ശൈഥില്യങ്ങളുടെ പ്രതിഫലനം തന്നെയാണ് ഈ ചിത്രം. കാരണം പ്രണയത്തെക്കുറിച്ച് എൻ്റെ 70കളുടെ ക്യാമ്പസിൻ്റെ പ്രണയത്തിൻ്റെ സങ്കല്പങ്ങളല്ല ഇന്നത്തെ ക്യാമ്പസിൻ്റെ പ്രണയ സങ്കല്പങ്ങളെന്ന് ഒരുപക്ഷെ ആരും സമ്മതിക്കുന്നത് തന്നെയാണ്. അത്തരത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ ആണ് അപൂർവരാഗം പോലെയുള്ള സിനിമകൾ. പ്രണയത്തിൻ്റെ ആത്മാർത്ഥത അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ സത്യസന്ധതയൊക്കെ ചോർന്നു പോവുകയും പ്രണയത്തെ ഇത്തരത്തിലുള്ള വാണിജ്യ വ്യവസായ അടിസ്ഥാനത്തിലൊക്കെ ബന്ധങ്ങളെ കാണാനുള്ള ഒരു രീതിയിലേക്ക് പുതിയ തലമുറ മാറിക്കഴിഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ വിഭാഗമെങ്കിലും എന്ന് തോന്നുന്നുണ്ട്. അത്തരത്തിൽ ഒരുപക്ഷെ ഈ അപൂർവരാഗത്തിൻ്റെ പ്രമേയത്തിന് പ്രേരകമായി തീർന്ന ചില യഥാർത്ഥ സംഭവങ്ങൾ അറിയുവാനും അത്തരം ചില സംഭവങ്ങളുമായിട്ട് അടുത്തിടപഴകുകയും അതിൻ്റെ ചില
എന്താണ് അത്തരത്തിലുള്ള അനുഭവസ്ഥരുമായിട്ട് അത് പങ്കുവെക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിലുള്ള സിനിമാ ചിന്ത ഉണ്ടായത് തന്നെ. തനിയാവർത്തനം ചെയ്യുന്നതിനിടയിൽ തോന്നിയ വെല്ലുവിളികളെക്കുറിച്ചൊന്ന് പറയാമോ? തനിയാവർത്തനത്തിൻ്റെ പ്രമേയം ഒരുപക്ഷെ ഞാൻ അതുവരെ ചെയ്തിരുന്ന സിനിമകളുടെ രീതികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെയാണ് ഞാൻ സമീപിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ ചിത്രത്തെ സമീപിച്ചത്. പിന്നെ എനിക്ക് അതിൽ ഏറ്റവും പിൻബലമായി തീർന്നത് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ആ പ്രമേയത്തെ സമീപിക്കാൻ എനിക്ക് ശക്തി നൽകിയത് തിരക്കഥ തന്നെയാണ്. ലോഹിതദാസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഏറ്റവും ശക്തമായ രചന, അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച രചനകളുടെ വിഭാഗത്തെ അല്ലെങ്കിൽ കിരീടം പോലെയോ അല്ലെങ്കിൽ തനിയാവർത്തനം പോലെയോ അപൂർവമായ അതിശക്തമായ ചില രചനാ സാങ്കേതിക സംവിധാനങ്ങൾ ഒരുപക്ഷെ ഒരു ആദ്യ എഴുത്തുകാരനാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള പൂർണ്ണത ആ തിരക്കഥയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതുവരെ ചെയ്തിരുന്ന സിനിമകളുടെ രീതികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം ആ സിനിമയ്ക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞത് ആ തിരക്കഥയുടെ ബലം തന്നെയാണ്. പിന്നെ വളരെ അതിസങ്കീർണമായ മാനസിക അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്, പ്രത്യേകിച്ചും വിഭ്രാത്മകമായ മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന പ്രധാന കഥാപാത്രങ്ങളും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നവരുമെല്ലാം വിഭ്രാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരാണ്. മമ്മൂട്ടിയിലെ അനന്തമായ സാധ്യതകളുടെ പുതിയൊരു പ്രതലത്തിൽ വിരൽ ചൂണ്ടുന്നു എന്നുള്ളൊരു ബോധത്തോടു കൂടി തന്നെയാണോ അങ്ങ് മമ്മൂട്ടിയെ കാസ്റ്റ് ചെയ്തത്? ഈ സിനിമയുടെ തിരക്കഥയിൽ ബാലൻ മാസ്റ്റർ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് അന്ന് നമ്മുടെ മുമ്പിൽ മമ്മൂട്ടി അല്ലാതെ മറ്റൊരു നടനെ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആ തനിയാവർത്തനം നിർമ്മിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ മമ്മൂട്ടി ഒരുപക്ഷെ ആവർത്തന വിരസങ്ങളായ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് ഒരുപക്ഷെ അക്കാലത്ത് പറഞ്ഞു കേൾക്കാറുള്ളത് മമ്മൂട്ടിയും ഒരു പെട്ടിയും ഒരു കുട്ടിയും എന്നാണ്, ബേബി ശാലിനിയുമായിട്ടുള്ള അത്തരം സിനിമകൾ ചെയ്ത് മമ്മൂട്ടി പ്രേക്ഷകരുടെ മനസ്സിൽ മമ്മൂട്ടി ചെയ്യുന്ന സിനിമകൾ വളരെ വിരസതയാർന്ന ഒരു അനുഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരുപക്ഷെ മമ്മൂട്ടിയെ പ്രേക്ഷകർ നിരാകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സിനിമ വരുന്നത്, പ്രേക്ഷകരുടെ മുമ്പിലെത്തുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു വഴിമാറ്റത്തിന് കാരണമായി തീർന്ന ഒരു ചിത്രമാണ് തനിയാവർത്തനം. അത് അദ്ദേഹത്തിനും മലയാള പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിൽ മമ്മൂട്ടി എന്നും പറയുന്ന നടൻ്റെ ഒരു പുതിയ ചുവടുവെപ്പിന് താങ്കൾ സൂചിപ്പിച്ച പോലെ കാരണമായി തീരുവാൻ തനിയാവർത്തനത്തിനും അതിൻ്റെ ഒരു സംവിധായകൻ എന്ന നിലയിൽ എനിക്കും അതിൻ്റെ രചയിതാവ് എന്ന നിലയിൽ ലോഹിതദാസിനും ഒക്കെയും ഗണ്യമായി പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ കണ്ടു അങ്ങ് മോഹൻലാലിനെ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് അഭിനയിച്ച് അല്ലെങ്കിൽ അത് മികവുറ്റതാക്കാൻ കഴിയുന്ന ഒരു കഥ എൻ്റെ ചിന്തയിലുണ്ട്.